ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു കൊല്ലപ്പെട്ടു എന്ന മുറവിളി കൂട്ടുന്നവർക്ക് തക്ക മറുപടി നൽകിക്കൊണ്ട് നെതന്യാഹു തന്നെ രംഗത്ത് വരികയാണ്. താൻ ഇപ്പോഴും ജീവനോടെ തന്നെയുണ്ട്. മരണപ്പെട്ടു എന്ന വാർത്ത തള്ളിക്കൊണ്ടാണ് നെതന്യാഹു ഒരു വീഡിയോ പങ്കുവച്ചിരിക്കുന്നത്. ഇത്തവണ അദ്ദേഹം പ്രത്യക്ഷപ്പെട്ടത് ഇസ്രായേലിലെ US അംബാസിഡർ മൈക്ക് ഹക്കബിയോടൊപ്പമാണ്. അദ്ദേഹം ഒരു വീഡിയോയിൽ അദ്ദേഹത്തോടൊപ്പം സംഭാഷണം നടത്തുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. കുറച്ചധികം ദിവസമായി തന്നെ നെതന്യാഹുവിനെ പൊതുവേദികളിൽ ഒന്നും തന്നെ അദ്ദേഹം പ്രത്യക്ഷപ്പെടാത്തതിന്റെ പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇത്തരം ഒരു വീഡിയോ ഇപ്പോൾ പങ്കുവച്ചിരിക്കുന്നത്. മുൻപത്തെ ഒരു വീഡിയോയിലാകട്ടെ അദ്ദേഹത്തിന് 6 വിരലുകൾ ഉണ്ടെന്ന് തോന്നിപ്പിക്കുന്ന തരത്തിലുള്ള എഡിറ്റഡ് ദൃശ്യങ്ങൾ പ്രചരിപ്പിക്കുകയും ചെയ്തിരുന്നു. അദ്ദേഹം കൊല്ലപ്പെട്ടുവെന്ന അഭ്യൂഹത്തിന് ഇത് കാരണമാവുകയാണ് ഉണ്ടായത്. എന്നാൽ പുതിയ വീഡിയോയിൽ മൈക്ക് ഹക്കബിയൊക്കൊപ്പം തന്നെ അദ്ദേഹം നടക്കുന്നതിന്റെ ഒരു വീഡിയോ ദൃശ്യമാണ് പുറത്തു വന്നിരിക്കുന്നത്. ഇസ്രായേൽ നേതാവ് സുരക്ഷിതനാണോ എന്ന് നേരിട്ട് പരിശോധിക്കാൻ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തന്നെ അയച്ചതാണ് എന്നതായിരുന്നു മൈക്ക് ഹക്കബി തമാശ രൂപേണയായി തന്നെ ആ വീഡിയോയിലൂടെ പറയുന്നത്. ഇവരുടെ സംഭാഷണം ഇങ്ങനെയാണ്. മൈക്ക് ഹക്കബിയാണ് അദ്ദേഹത്തോട് ആദ്യം ചോദിക്കുന്നത്, മിസ്റ്റർ പ്രൈം മിനിസ്റ്റർ, താങ്കൾക്ക് സുഖമാണെന്ന് ഉറപ്പുവരുത്താൻ പ്രസിഡന്റ് എന്നെ ഇങ്ങോട്ടേക്ക് അയച്ചതാണ്. അപ്പോൾ നെതന്യാഹു ആകട്ടെ ഇതിന് മറുപടിയായി പറയുന്നു, അതേ മൈക്ക്, ഞാൻ ജീവനോടെയുണ്ട്. തിരിച്ച് അദ്ദേഹം ചോദിക്കുന്നു, അതെനിക്ക് മനസ്സിലായി, അതിൽ ഏറെ സന്തോഷമുണ്ട്. നിങ്ങൾ രണ്ടുപേരും അത്ര നല്ല സൗഹൃദത്തിലായതുകൊണ്ടാണ് അദ്ദേഹം ഇത് ഉറപ്പുവരുത്താൻ എന്നോട് പറഞ്ഞിരിക്കുന്നത്. തുടർന്ന് ഇറാൻ നേതാക്കളെ ലക്ഷ്യം വെച്ചുകൊണ്ട് തന്നെ ഇസ്രായേൽ നടത്തുന്ന ആക്രമണങ്ങളെക്കുറിച്ചും നെതന്യാഹുയുടെ സംസാരം തുടരുകയാണ് ചെയ്തിരിക്കുന്നത്. US സൈന്യം ചെയ്യുന്ന കാര്യങ്ങളിൽ താൻ അഭിമാനിക്കുന്നുവെന്നും ഇസ്രായേലിനെ തകർക്കുവാനും US നഗരങ്ങളിലേക്ക് ആണവായുധങ്ങൾ എത്തിക്കാൻ ശ്രമിക്കുന്ന ഭ്രാന്തന്മാരെ അവിടെ നിന്നും തുടച്ചു നീക്കണം എന്നതാണ് നെതന്യാഹു ഇവിടെ അടിവരയിട്ട് പറഞ്ഞ മറ്റൊരു കാര്യം. അതേസമയം കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തു വന്ന വീഡിയോയിലാകട്ടെ അദ്ദേഹം ജെറുസലേമിലെ സത്താഫ് കഫേയിൽ നിന്നുകൊണ്ട് ചായ കുടിക്കുമ്പോൾ പകർത്തിയ രീതിയിലെടുത്ത ഒരു വീഡിയോ ആണ് വലിയ തോതിൽ വൈറലായി മാറിയത്. ഈ വീഡിയോ പുറത്തു വന്നതിന് ശേഷമാകട്ടെ ഇതിന് മുൻപും മറ്റൊരു വീഡിയോ പ്രചരിച്ചതായി തന്നെ റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. അതായത് അദ്ദേഹത്തിന് 6 വിരലുകൾ ഉണ്ടെന്ന തരത്തിലായിരുന്നു വീഡിയോ പ്രത്യക്ഷപ്പെട്ടത്. എന്നാൽ ഇപ്പോൾ പുറത്തു വന്ന വീഡിയോയിൽ അദ്ദേഹം ആകട്ടെ വിരലുകൾ എണ്ണിക്കാണിക്കുന്നതായിട്ടുള്ള ഒരു വീഡിയോ ആയിരുന്നു പിന്നീട് പുറത്തു വന്നത്. വീഡിയോ പുറത്തു വന്നതിന് പിന്നാലെ തന്നെ എക്സിലെ AI ചാറ്റ്ബോട്ടായ ഗ്രോക്ക് ആകട്ടെ ഈ വീഡിയോ അത് നിർമ്മിത ബുദ്ധി കൊണ്ട് ഉപയോഗിച്ചതാണെന്നും ഇത് ഒരു വലിയ ഭാവനാ സൃഷ്ടി മാത്രമാണ് എന്ന വാദം ഉയർത്തിക്കൊണ്ട് രംഗത്ത് വരികയും ചെയ്തു. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ 6 വിരലുകൾക്കുള്ള അത്തരത്തിലുള്ള AI വീഡിയോ പ്രചരിപ്പിച്ചതിന് പിന്നിൽ അദ്ദേഹം ജീവനോടെ ഇല്ല എന്ന തരത്തിൽ വാർത്തകൾ പ്രചരിപ്പിക്കുന്നതിന്റെ ലക്ഷ്യമായി തന്നെ കണക്കാക്കപ്പെടുന്നു. എന്നാൽ കഴിഞ്ഞ ദിവസം ഇസ്രായേൽ ഈ വാർത്ത നിഷേധിക്കുകയും ഇന്ന് ഈ ഒരു വീഡിയോ പ്രത്യക്ഷപ്പെട്ടതോടുകൂടി തന്നെ ഈ വിവാദങ്ങളെല്ലാം കെട്ടടങ്ങുന്ന ഒരു അവസ്ഥയിലേക്കാണ് എത്തി നിൽക്കുന്നത് എന്നതാണ് മറ്റൊരു വിലയിരുത്തലായി തന്നെ പുറത്തു വരുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.